വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തെ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലെ എക്സസൈസസ്, അത് ആ പ്രോബ്ലംസ് ആണ്, എക്സസൈസസ് പ്രോബ്ലംസ് ആണ്, ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. So, നമുക്ക് first question നോക്കാം. Estimate the fraction of molecular volume to the actual volume occupied by oxygen gas at STP. Take the diameter of oxygen molecule to be 3 angstrom. ഇപ്പോൾ diameter തന്നിട്ടുണ്ട്, 3 angstrom തന്നിട്ടുണ്ട്. Okay. So, diameter നമുക്ക് radius എഴുതാൻ സാധിക്കും. Radius is diameter by 2, which is 1.5 into 10 power minus 2 meter. Okay, because 1 angstrom means that is 10 power minus 10 meter. Okay, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളിക്കുലർ വോളിയം ഫ്രാക്ഷൻ ഓഫ് മോളിക്കുലർ വോളിയം ടു ദ ആക്ച്വൽ വോളിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോളിക്കുലർ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന വോളിയം എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, സോ സപ്പോസ് ഓരോ മോളിക്യൂളും ഒരു സ്ഫിയർ ആണെങ്കിൽ ഓരോ മോളിക്യൂളിന്റെ വോളിയം ഓഫ് ഈച്ച് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ 4/3 pi r3. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ആ ഒരു ഓക്സിജൻ എന്താണ് ആ ഒരു ഓക്സിജൻ ഗ്യാസിന്റെ ഇഫ് the oxygen gas contains any number of particles, the oxygen gas contains any, if the എന്നല്ല പറയാൻ പറ്റില്ല. Okay, if ശരിയല്ല അവിടെ, because that is a standard thing, right? So the oxygen gas contains any number of molecules. Okay, any number of molecules ആണ് അതിൽ ഉള്ളത്, any number of molecules at STP. Okay, because STP-ലാണ് ചോദിച്ചിരിക്കുന്നത്. So at standard temperature and pressure condition അകത്ത് number of molecules എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. Therefore, molecular volume at STP എന്ന് പറയുന്നത് എന്താണ്? 4/3 ഓരോ മോളിക്യൂളിന്റെയും വോളിയം ഇൻറ്റു ആ അത്രയും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4/3 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14, റേഡിയസ് എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 10 പവർ മൈനസ് 10 ദ ഹോൾ ക്യൂബ്, ആൻഡ് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10 പവർ 23. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 8.5 ഇൻറ്റു 10 പവർ മൈനസ് 6 മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ 1 ലിറ്റർ എന്ന് പറയുന്നത് 10 പവർ മൈനസ് 3 മീറ്റർ ക്യൂബ് ആണ്. 10 പവർ മൈനസ് 3 മീറ്റർ ക്യൂബ്. സോ ഇവിടെ നമുക്ക് മീറ്റർ ക്യൂബിനെ എന്ത് ചെയ്യണം? മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റണം. അപ്പൊ മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വാട്ട് യു ഹാവ് ടു ഡു? ഡിവൈഡ് ബൈ 10 പവർ മൈനസ് 3 ചെയ്യണം. സോ ദാറ്റ് മീൻസ് 8.5 ഇൻറ്റു 10 പവർ മൈനസ് 6 ഡിവൈഡ് ബൈ 10 പവർ മൈനസ് 3. ഇത്രയും ലിറ്റേഴ്സ് ആണ്. ഈ 10 പവർ മൈനസ് 3, ഓക്കെ, മൈനസ് 3 മേളിൽ പോകുമ്പോൾ +3 ആവും. മൈനസ് 6 + 3 മീൻസ് മൈനസ് 3. സോ ഇറ്റ് വിൽ ബിക്കം 8.5 ഇൻറ്റു 10 പവർ മൈനസ് 3 ലിറ്റേഴ്സ്. അപ്പൊ ഇതാണ് മോളിക്കുലർ വോളിയം. ഇനി ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? അറ്റ് STP ഇറ്റ് വിൽ ഓക്യുപ്പൈ എ വോളിയം ഓഫ് 22.4 ലിറ്റേഴ്സ് അല്ലെ? അറ്റ് STP ആക്ച്വൽ വോളിയം എന്ന് പറയുന്ന വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് STP-യിൽ ഉള്ള ആക്ച്വൽ ഏത് ഗ്യാസിന്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ആണ്, ദാറ്റ് ഇസ് മോളിക്കുലർ വോളിയം ഡിവൈഡഡ് ബൈ ആക്ച്വൽ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായിരുന്നു ക്വസ്റ്റ്യൻ. മോളിക്കുലർ വോളിയം ഡിവൈഡഡ് ബൈ ആക്ച്വൽ വോളിയം. അപ്പൊ മോളിക്കുലർ വോളിയം നമുക്ക് കിട്ടിയത് 8.5 ഇൻറ്റു 10 പവർ മൈനസ് 3 ലിറ്റേഴ്സ് ആണ്. ആൻഡ് ആക്ച്വൽ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റേഴ്സ് ആണ്. സോ ദിസ് ഇസ് 3.8 ഇൻറ്റു 10 പവർ മൈനസ് 4 എന്നാണ് ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Molar volume is the volume occupied by 1 mole of any ideal gas at standard temperature and pressure. Molar volume എന്ന് പറയുന്നത്
വോളിയം ഏത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atmospheric പ്രഷറും 273 കെൽവിൻ അഥവാ 0 degree സെൽഷ്യസ്. അതാണ് വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ. ഏത് സ്റ്റാൻഡേർഡ് STPയില് ഒരു മോൾ ഓഫ് ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നതിന് മോളാർ വോളിയം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ഈസ് 22.4 liters. അപ്പം മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 liters ആണ്. ദാറ്റ് ഈസ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ എനി ഗ്യാസ് അറ്റ് STP കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ 22.4 liters എന്ന് അറിയാം. STP കണ്ടീഷൻസിലാണ്. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 273 കെൽവിനും ആ പ്രഷർ എന്ന് പറയുന്നത് 1 atm. 1 atm മീൻസ് 1.013 into 10 power 5 pascals. ഓക്കെ, അപ്പം ഈ സമയത്തുള്ള ഏതൊരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 liters. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്നും ചെയ്യണ്ട. വി നോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് PV is equal to μRT. ഓക്കെ, അതിൻ്റെ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് V ആണ്. V is equal to μRT by P. അപ്പോൾ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 മോൾ ആണ്. സോ ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ആറിന്റെ വാല്യൂ ഇസ് 8.314. അതും അറിയാം. അപ്പം നമ്മൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. മ്യൂ എന്ന് പറഞ്ഞാൽ 1, ആർ എന്ന് പറഞ്ഞാൽ 8.314 ആൻഡ് T എന്ന് പറയുന്നത് 273. ദെൻ T എന്ന് പറയുന്നത് 273. ദെൻ P എന്ന് പറയുന്നത് 1.013 into 10 power 5. ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 22.4 liters. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ 13.8 അത് ഈ ഫിഗർ ആണ്. ഇറ്റ് ഇസ് റെഫറിംഗ് ദിസ് ഫിഗർ. ഈ ഫിഗറിൽ ഇറ്റ് ഷോസ് ദ പ്ലോട്ട് ഓഫ് PV by T വേഴ്സസ് P. വൈ ആക്സിസിൽ PV by T യും എക്സ് ആക്സിസിൽ P യും ആണ് എടുത്തിരിക്കുന്നത്. ഫോർ 1.00 into 10 power -3 kg ഓഫ് ഓക്സിജൻ ഗ്യാസ്. അതായത് ഓക്സിജൻ ഗ്യാസിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. ഇത്രയും മാസ് ഉള്ളത് മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 1 into 10 power -3 kg. ഇത്രയും മാസുള്ള ഓക്സിജൻ ഗ്യാസിന്റെ ടു ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്, രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ T1 എന്ന് പറഞ്ഞ ഈ ഒരു ടെമ്പറേച്ചറിലും T2 എന്ന് പറഞ്ഞ ഈ ഒരു ടെമ്പറേച്ചറിലും രണ്ട് ടെമ്പറേച്ചറിലുള്ള അതിന്റെ വേരിയേഷൻ ആണ് PV by T അഗൻസ്റ്റ് V വരയ്ക്കുമ്പോൾ ഉള്ള വേരിയേഷൻ രണ്ട് ടെമ്പറേച്ചറിലാണ് ഈ പടത്തിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞതാണ്, വാട്ട് ഡസ് ദ പ്ലോട്ട് ഡോട്ടഡ് പ്ലോട്ട് സിഗ്നിഫൈ? ഡോട്ടഡ് പ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇതാണ് ഡോട്ടഡ് ആയിട്ടുള്ള ഈ പ്ലോട്ട്. ഇത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഈ ഡോട്ടഡ് പ്ലോട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡോട്ടഡ് പ്ലോട്ട് നമ്മൾ നോക്കുക. അപ്പൊ ഇതിന്റെ എക്സ് ആക്സിസിൽ എന്താണ്? പ്രഷറാണ്. അപ്പൊ എല്ലാ പ്രഷറിലും ഈ വൈ ആക്സിസിലെ ഈ PV by 2 ആണ് വൈ ആക്സിലുള്ള എല്ലാ പ്രഷറിലും ഈ പർട്ടിക്കുലർ ഡോട്ടിലെ എല്ലാ PV by T എല്ലാം ഒരേപോലെയാണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. സ്ട്രേറ്റ് ലൈൻ മീൻസ് PV by T എല്ലാ വാല്യൂസ് ഓഫ് Pയിലും PV by Tയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് പ്രഷറിന്റെ ഏത് വാല്യൂ എടുത്താലും ഇവിടുത്തെ ഏത് വാല്യൂലും ഈ PV by T കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV by T is equal to μR ആണ് നമുക്കറിയാം. ആൻഡ് μR എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ്. ഒരു പെർട്ടിക്കുലർ മോൾ ഓഫ് ഗ്യാസിന് ഈ ഒരു μR എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റും ആണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഡിയൽ ഗ്യാസ്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. It corresponds to the ideal gas behavior. Ideal gas behavior നെയാണ് കാണിച്ചിരിക്കുന്നത്. Okay, that is PV by T is a constant which is equal to μR. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which is true? T1 greater than T2 or T1 less than T2. ഇതിൽ ഏത് കണ്ടീഷൻസ് ആണ് ട്രൂ എന്നാണ് നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. T1 ആണോ T2വിനെക്കാട്ടും കൂടുതൽ, അതോ T2 ആണോ T1നെക്കാട്ടും കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ T1ലെയും T2ലെയും ഗ്രാഫുകൾ നമുക്കറിയാം. T1ലെ ഗ്രാഫ് ഇങ്ങനെയും T2ലെ ഗ്രാഫ് ഇങ്ങനെയുമാണ് പോകുന്നത്. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? റിയൽ ഗ്യാസ്
ഒരു ഐഡിയൽ ഗ്യാസിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. റിയൽ ഗ്യാസ് ബിഹേവിയർ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് അപ്രോച്ച് ചെയ്യുവാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഡോട്ടഡ് പ്ലോട്ട് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പൊ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. Okay, T1 is greater than T2 because as temperature increases, real gas approach towards ideal gas behavior. അതാണ് അതിന്റെ ആൻസർ, ideal gas behavior. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the value of PV by T where the curves meet on the y-axis? അതായത് ആ കേഴ്സ് y-ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിലെ PV by Tയുടെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. നമുക്കറിയാം കേഴ്സ് എല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് എന്താണ്? ദാറ്റ് പോയിന്റ് ഈസ് ദിസ് പോയിന്റ്. അപ്പൊ ഇവിടുത്തെ PV by Tയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ PV by Tയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. നമുക്കറിയാം PV by T is equal to μR according to the ideal gas equation. അപ്പൊ ഇതിന്റെ ആറിന്റെ വാല്യൂ നമുക്കറിയാം. R is 8.314. ബട്ട് വാട്ട് അബൌട്ട് മ്യൂ കണ്ടുപിടിക്കണം. അപ്പൊ മ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഗിവൺ ആസ് 1 × 10⁻³ kg എന്നുള്ളതാണ്. ആൻഡ് മോളാർ മാസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം. മോളാർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഗിവൺ ബൈ 32 grams ആണ്. അപ്പൊ ഇത് ഗ്രാമിലായതുകൊണ്ട് ഇത് നമുക്ക് കിലോഗ്രാമിൽ വേണം. നമുക്കറിയാം 10⁻³ kilogram corresponds to 1 gram. So this is 1 gram. So മ്യൂയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, മാസ് ഓഫ് ദ ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ 1/32 അത് വെക്കാം. സോ μR means that is PV by T which is equal to μR is equal to 1/32 into 8.314 which is equal to 0.26 joules per Kelvin വരും. ഓക്കെ, അത് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കുക. ഇഫ് യു ഒബ്റ്റെയിൻ സിമിലർ പ്ലോട്ട്സ് ഫോർ 1 × 10⁻³ kg ഓഫ് ഹൈഡ്രജൻ. ഇതുപോലെ തന്നെ രണ്ട് പ്ലോട്ട് ഹൈഡ്രജൻ ഇത്രയും അതേ സെയിം മാസ് ഓക്സിജന്റെ അത്രയും മാസ് എടുത്തപ്പോഴും ഓക്സിജന്റെ അത്രയും മാസിന് ഹൈഡ്രജൻ എടുത്തപ്പോഴും ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്ലോട്ട്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. വുഡ് വി ഗെറ്റ് ദ സെയിം വാല്യൂ ഓഫ് PV by T at the point where the curves meet on the y-axis? അതിന്റെ ആൻസർ നോ ആണ്. കാര്യം എന്താ വെച്ചാണ് PV by T is equal to μR ആണ് അതിന്റെ ഫോർമുല തന്നെ. ആൻഡ് ദിസ് മ്യൂ ഇസ് ഡിഫറെന്റ് ഫോർ മ്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഫോർ മോൾസ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ വ്യത്യാസമായിരിക്കും. ഫോർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എല്ലാ ഗ്യാസിനും അത് ഡിഫറെന്റ് ആയിരിക്കും. കാര്യം അതിന്റെ മോളിക്കുലർ മാസ് ഡിഫറെന്റ് ആണല്ലോ. ഓരോന്നിന്റെയും മാസ് മോളാർ മാസ് ഡിഫറെന്റ് ആയതുകൊണ്ട് മ്യൂ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റിന്റെ ആൻസർ നോ ആണ്. ബിക്കോസ് മ്യൂ ഇസ് ഡിഫറെന്റ് ഫോർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിനും ഹൈഡ്രജനും ഓക്സിജനും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ആവില്ല. ഇഫ് നോട്ട് വാട്ട്, അപ്പൊ നോട്ട് എന്നുള്ള ആൻസർ അവിടെ തന്നെ ഉണ്ട്. വാട്ട് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ദ സെയിം വാല്യൂ ഓഫ് PV by T. അങ്ങനെയാണെങ്കിൽ ഒരേ വാല്യൂ ഓഫ് PV by T വരണം. അത് ഈ ഹൈഡ്രജനും PV by T, നമുക്ക് PV by T കിട്ടിയ വാല്യൂ ഇതാണ് 0.26 ആണ്. അതേ വാല്യൂ ഹൈഡ്രജനും വരണമെങ്കിൽ എത്ര ആയിരിക്കണം? ഹൈഡ്രജന്റെ മാസ് എത്രയായിട്ട് വരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ദാറ്റ് മീൻസ് ചോദിച്ചിരിക്കുന്നത് PV by T ഫോർ ഹൈഡ്രജനും PV by T ഫോർ ഓക്സിജനും സെയിം ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ആണെങ്കിൽ ഹൈഡ്രജൻ അങ്ങനെ വരണമെങ്കിൽ ഹൈഡ്രജൻ എത്ര മാസ് വേണമെന്നുള്ളതാണ്. അപ്പൊ PV by T ഫോർ ഓക്സിജന്റെ വാല്യൂ നമുക്കറിയാം 0.26 ആൻഡ് PV by T means that is μR. So mu hydrogen into R. So mu hydrogen നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.26 is equal to അതിന്റെ മാസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഇട്ടു. പിന്നെ M ആണ് ചോദിച്ചിരുന്നത്. ദാറ്റ് ഇസ് 2 into 0.26. ഓക്കെ, വൺ മോർ തിങ് ഇസ് ദർ. ഇവിടെ ഒരു ആറും കൂടി ഉണ്ട് കേട്ടോ, ആറും കൂടി ഉണ്ട്. സോ 2 into 0.26 divided by 8.314. സോ ഇത് ചെയ്യുമ്പോൾ you will get
0.0625 ഗ്രാംസ് എന്ന് വരും. 0.0625 ഗ്രാംസ്. നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, കിലോഗ്രാം ആക്കണമെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ it will become, you will get the answer in kilogram. Okay, so which is given by 6.25 into 10 power minus 5. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. An oxygen cylinder of volume 30 liters has an initial gauge pressure of 15 atm and temperature of 27 degrees Celsius. ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വോളിയം ആണ് 30 ലിറ്റർ. അതിന്റെ ഇനീഷ്യൽ ഗേജ് പ്രഷർ 15 atm, അതിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആഫ്റ്റർ സം ഓക്സിജൻ ഈസ് വിഡ്രോൺ ഫ്രം ദ സിലിണ്ടർ, കുറച്ച് ഓക്സിജൻ അതിൻ്റെ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗേജ് പ്രഷർ 11 atm ടെമ്പറേച്ചർ 17 ഡിഗ്രി സെൽഷ്യസുമായി. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഓക്സിജൻ ടേക്കൺ ഔട്ട് ഓഫ് ദ സിലിണ്ടർ. എത്രമാത്രം ഓക്സിജൻ ആണ് ആ സിലിണ്ടറിൽ നിന്ന് എടുത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആറിന്റെ വാല്യൂവും മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജനും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അപ്പൊ നമുക്ക് ഇനീഷ്യലി എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫൈനലി എത്ര ഓക്സിജൻ ആണ് അവിടെ റിമൈനിങ് എന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ എത്രമാത്രം ഓക്സിജൻ ആണ് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സി, ബിക്കോസ് വി ഹാവ് ദിസ് ഇക്വേഷൻ PV is equal to μRT. ഈ μRTയുടെ അകത്ത് നിന്ന് നമുക്ക് ഇപ്പം ഇനീഷ്യലി അവിടെ ഉണ്ടായിരുന്ന പ്രഷർ, ഇനീഷ്യലി ഓക്സിജന്റെ പ്രഷറിന് P1 കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 15 atm, which is equal to 15 into 1.01 into 10 power 5 Pascal. ആൻഡ് അതിന്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത്, ഇനീഷ്യൽ ഓക്സിജൻ സിലിണ്ടറിന്റെ വോളിയം മാറുന്നില്ല, അതുകൊണ്ട് അത് ഇനീഷ്യലും ഫൈനലും എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കും. എനിവേ അതിന് നമുക്ക് വീന്ന് കൊടുത്താൽ മതി. സോ അപ്പോൾ എന്ന് പറഞ്ഞാൽ 30 liters ആണ്. 30 litersനെ നമുക്ക് മീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ we have to multiply with -3. So you will get in the meter cube. And then നമുക്ക് പിന്നെന്താണുള്ളത്, ടെമ്പറേച്ചർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമുക്ക് കെൽവിനിലാക്കാം. സോ 27 പ്ലസ് 273, സോ 300 കെൽവിൻ. പിന്നെ അതിന് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് at this time അതിനെ μ1 എന്ന് കൊടുക്കുകയാണെങ്കിൽ μ1 is equal to P1 V by RT. So P1 എന്ന് പറയുന്നത് 15 into 1.01 into 10 power 5 into V 30 into 10 power minus 3 divided by R ന്റെ value 8.31 into T ന്റെ value 300. So this is 18.2 moles എന്ന് കിട്ടും. ഇപ്പൊ ഇത്രയും മോൾസ് ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പിന്നെ അത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ഗ്യാസ് ഡിവൈഡ് ബൈ ഇറ്റ്സ് മോളിക്കുലർ മാസ്. ഈ ഒരു റിലേഷൻ നമ്മൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് മോളിക്കുലർ മാസ്, അപ്പൊ ഇതിൻ്റെ നമുക്ക് വേണ്ടത് മാസ് ഓഫ് ഓക്സിജൻ ഇനീഷ്യലി പ്രസന്റ് ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഇനീഷ്യലി പ്രസന്റ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഇസ് M, which is equal to mu into m naught. So mu എന്ന് പറയുന്നത് 18.2. ഇനി മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 32U, that is 32 grams. So നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 582.4 grams എന്ന് കിട്ടും. അത്ര ഓക്സിജൻ ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ഇനി കുറച്ച് ഓക്സിജൻ എടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു? പ്രഷർ 11 atm ആയി, ടെമ്പറേച്ചർ 17 ഡിഗ്രി ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആഫ്റ്റർ some oxygen is taken out, നമ്മുടെ പ്രഷർ ഡ്രോപ്പ് ചെയ്തു, 11 atm ആയി. ദാറ്റ് മീൻസ് 11 into 1.01 into 10 power 5 പാസ്കൽസിലേക്ക് പ്രഷർ ഡ്രോപ്പ് ചെയ്ത് ടെമ്പറേച്ചർ ആണെങ്കിൽ എത്രയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ ആണെങ്കിൽ 17 ഡിഗ്രി സെൽഷ്യസ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Temperature is 17 degrees Celsius. So 17 plus 273, which is equal to 290 Kelvin. And
എന്താണ് നമ്മുടെ വോളിയം ഓഫ് ദി സിലിണ്ടർ മാറുന്നില്ല. ദാറ്റ് ഇസ് 30 liters itself. That is 30 into 10⁻³ meter cube. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് വീണ്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്രസന്റ്. അതിന് നമ്മൾ μ2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, എത്രമാത്രം മോൾസ് ഓഫ് ഓക്സിജൻ ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ്. അതിന് μ2 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? PV is equal to μRT. സോ അതിൻ്റെ അത് നമുക്ക് ഇവിടെ P2 ഇത് T2 ആണ്. സോ μ2 is equal to P2V by R T2. സോ ഇവിടെ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ μ2 is equal to P2 എന്ന് പറഞ്ഞാൽ 11 into 1.01 into 10⁵ into 30 into 10⁻³ divided by R ന്റെ വാല്യൂ 8.31 and into T2 എന്ന് പറയുന്നത് 290. സോ ദിസ് വിൽ ബിക്കം, ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്പർ ഓഫ് മോൾസ് നിന്ന് 13.82 എന്ന് വരും. ഓക്കെ, 13.82. അപ്പൊ നേരത്തെ പോലെ തന്നെ മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് വി ഹാവ് μ2 is equal to മാസ് പ്രസന്റ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? μ2 into മോളിക്കുലർ മാസ് ചെയ്താൽ മതി. സോ μ2 എന്ന് പറയുന്നത് 13.82, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 32. സോ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 442.24 grams എന്ന് വരും. സോ എത്രമാത്രം ഗ്യാസ് ആണ് ടേക്കൺ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഫൈനലി ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇനീഷ്യലി ഉള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി എന്നുള്ളത് ഇതായിരുന്നു. അപ്പൊ എത്രമാത്രം എടുത്തു എന്ന് വെച്ചാൽ മറ്റേ ആ വാല്യൂ മൈനസ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എമൗണ്ട് ഓഫ് ഓക്സിജൻ taken out. Okay, that is 582.4 minus 442.24. ഇത് നമുക്ക് ചെയ്യുമ്പോൾ 140.2 grams എന്ന് വരും. കിലോഗ്രാം ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. സോ 0.14 kg. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ആ പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. An air bubble of volume 1 cm³ rises from bottom of a lake 40 meter deep at a temperature of 12 degrees Celsius. അപ്പം ഒരു എയർ ബബിൾ ആണ്. ആ എയർ ബബിളിന്റെ വോളിയം 1 cm³ ആണ്. അത് ഒരു ലേക്കിന്റെ 40 മീറ്റർ താഴെയുള്ള ഡീപ്പായിട്ടുള്ള ഒരു ലേക്കിന്റെ അടിയിൽ നിന്നും 40 മീറ്ററിൽ ലേക്കിന്റെ 40 മീറ്റർ അടിയിൽ നിന്നും അത് മേളിലേക്ക് പൊങ്ങുവാണ്. അപ്പൊ ആ ടെമ്പറേച്ചറിന് 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. To what volume does it grow when it reaches the surface? സർഫസിൽ എത്തുമ്പോൾ എത്രമാത്രം അതിന്റെ വോളിയം ഇൻക്രീസ്ഡ് ആവും? വിച്ച് ഇസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 35 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർഫസിന്റെ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമുക്ക് ഇനീഷ്യലി പ്രഷറും വോളിയവും അതുപോലെ തന്നെ ഇനീഷ്യൽ ടെമ്പറേച്ചറും എഴുതാം, ഫൈനലും എഴുതാം. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. We have this equation itself, ideal gas equation. So in there നമുക്കറിയാം PV/T is μR, which is a constant. Okay, so ഇവിടെ എന്ന് പറയുന്ന ഒരേ സാധനമാണ്. സോ ഈ μR എന്ന് പറയുന്ന ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അല്ലെ, ഒരേ കാര്യത്തിന്റെ ഒരേ സാധനമാണ് മുകളിലേക്ക് വരുന്നത്. സോ μR ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ബോട്ടത്തിലുള്ള ഒരു PV/Tയും ടോപ്പിലുള്ള PV/Tയും ഒരേപോലെ തന്നെ വരണം. കാര്യം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു R അപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. സോ ബോട്ടത്തിലുള്ളതിനെ P1V1/T1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ടോപ്പിലുള്ള ഇത് മേളിലേക്ക് സർഫസിലേക്ക് എത്തുമ്പോൾ, ഓക്കെ, സർഫസിലേക്ക് എത്തുമ്പോഴുള്ള അതിന്റെ PV/T എന്ന് പറയുന്നത് P2V2/T2 ആണെങ്കിൽ എന്താണ്, അത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. ബിക്കോസ് μ/R ആണ് അത് PV/Tയുടെ വാല്യൂ. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഫോർ ദ സെയിം എയർ ബബിൾ. സോ P1V1/T1 is equal to P2V2/T2. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് V2 ആണ്. എത്രമാത്രം ഫൈനൽ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ V2 എന്ന് പറയുന്നത് P1V1/T2 ഡിവൈഡഡ് ബൈ P2T1 ഇതാണ്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ബോട്ടത്തിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്.
ദാറ്റ് ഈസ് നമ്മളുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമുക്കറിയാം ദാറ്റ് ഈസ് PA പ്ലസ് ρGH. PA എന്ന് പറയുന്നതാണ് നമ്മളുടെ സർഫസിലുള്ള പ്രഷറാണ്. സർഫസിലുള്ള പ്രഷറാണ് നമ്മളുടെ PA. ഓക്കെ, ദാറ്റ് ഈസ് P2 എന്ന് പറയുന്നത് PA ആണ്. ദാറ്റ് ഈസ് 1 atm which is equal to 1.01 into 10 power 5 Pascal. ഓക്കെ, സോ ഇവിടുത്തെ PA എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ this is P2 plus ρGH. So 1.013 into 10 power 5 plus വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10 ക്യൂബ് ആണ്. G എന്ന് പറയുന്നത് 9.8 ആൻഡ് ഡെപ്ത് തന്നിട്ടുണ്ട് 40 മീറ്റർ താഴെയാണെന്നാണ് തന്നിരിക്കുന്നത്. സോ 40 ഇതിട്ട് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദിസ് ഈ ഒരു ആൻസർ ആണ് കിട്ടുക. 3 പാസ്കൽ ആയിട്ടാണ് ഇത് വരിക. ഓക്കെ, ആൻഡ് P1 P2 ഉണ്ട്. ഇനി നമുക്ക് വോളിയം ഫസ്റ്റ് ഇനീഷ്യലി അതിന്റെ വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ്. അപ്പം ഇതിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 10 പവർ -6 മീറ്റർ ക്യൂബ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചിന്തിക്കുക. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പം 1 മീറ്ററിനെ 1 സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 100. അപ്പോൾ 1 മീറ്റർ ക്യൂബിനെ 1 സെന്റിമീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ ഇൻറ്റു 100നെ അത് വീണ്ടും നമ്മൾ ക്യൂബ് ചെയ്യണം. അങ്ങനെയാണ്. ഓക്കെ, സോ V1 ഉണ്ട് ആൻഡ് T1 അത് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 12 പ്ലസ് 273, സോ ഇത് ചെയ്യുമ്പോൾ 285 കെൽവിൻ വരും. ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് സർഫസിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 273 കൊണ്ട് ആഡ് ചെയ്യുക 308 കെൽവിൻ. നമുക്ക് ഇത് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇപ്പം ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. That is V2 is equal to P1 V1 T2 divided by P2 T1. So 493,300 into 1 into 10 power -6 into 308 divided by 1.013 into 10 power 5 into 285. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ you will get us 5.26 into 10 power -6 മീറ്റർ ക്യൂബിന് കിട്ടും. ഇതിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കണമെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു 10 power 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5.26 into 10 power -6 വീണ്ടും ഒരു 10 power 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബിലാവും. ദാറ്റ് ഈസ് 5.26 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇൻക്ലൂസീവ് ഓഫ് ഓക്സിജൻ, നൈട്രജൻ, വാട്ടർ വേപ്പർ ആൻഡ് അതർ കോൺസ്റ്റൻസ്. എല്ലാം കൂടി കൂട്ടിയിട്ട് മൊത്തം നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ഇൻ എ റൂം ഓഫ് കപ്പാസിറ്റി 25 മീറ്റർ ക്യൂബ്. ആ റൂമിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം തന്നിട്ടുണ്ട്. ആ റൂമിലുള്ള മൊത്തം എത്ര നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചറിലും ഈ പ്രഷറിലും ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ടെമ്പറേച്ചറും ആ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് T എന്ന് പറയുന്നത് ഇവിടുത്തെ T എന്ന് പറയുന്നത് എന്താണ്? 27 plus 273. That is 300 Kelvin. ഈ ഒരു 300 കെൽവിനിലും അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. 1 atm മീൻസ് 1.01 into 10 power 5 പാസ്കൽ. ഈ സമയത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഇത് തന്നെയാണ്. PV is equal to μRT. നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാം ഇവിടുത്തെ R എന്ന് പറയുന്നത് എന്താണ്? KBNA ആണ്. R is KBNA. സോ നമുക്ക് PV is equal to mu ആറിന് പകരം KBNA എന്ന് കൊടുക്കാമല്ലോ. KBNA T എന്ന് കൊടുത്തു. ആൻഡ് യു നോ മ്യൂക്ക് നമുക്ക് അറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞൊരു റിലേഷനും കൂടി ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നും നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ mu into NA എന്ന് പറയുന്ന N ആണ്. സോ ഇവിടെ ഒരു mu into NA ടേം വരുന്നുണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? N കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ N KBT എന്ന് വരും PV. അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ N എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇസ് N. ഈ ഇക്വേഷനകത്ത് നമുക്ക് എഴുതാൻ പറ്റും PV by KBT. ഓക്കെ, സോ P എന്ന് പറഞ്ഞാൽ 1.01 into 10 power 5
ആൻഡ് വോളിയം എന്ന് പറയുന്നതാണ് 25 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. കെ ബി എന്ന് പറയുന്ന കെ ബിയുടെ വാല്യൂ പഠിച്ചു വെക്കുക. കെ ബിയുടെ വാല്യൂ വളരെ നമ്മൾ പഠിച്ചു വെക്കുക. 1.3 into 10⁻⁻23. ഇത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം തന്നിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻറ്റു 300. സോ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ 6.11 into 10⁻⁻26 molecules വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇതിൻ്റെ റിമൈനിങ് പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.